ക്രിസ്മസും പുതുവത്സരവും ആഘോഷിക്കുകയാണ് എല്ലാവരും. ഇതിനിടെ 2024 കഴിഞ്ഞു പോകുന്നതിൻ്റെ സങ്കടവും ചിലർക്ക് സന്തോഷവും ഒക്കെ പങ്കുവെക്കാനുണ്ട്. വിജയങ്ങളും പരാജയങ്ങളും സന്തോഷവും ദുഃഖങ്ങളും ഒക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവുമെങ്കിലും 2024 തന്നെ സംബന്ധിച്ച് വളരെ മോശം വർഷമായിരുന്നു എന്ന് പറയുകയാണ് നടി അഞ്ജലി അമീർ. മമ്മൂട്ടിക്കൊപ്പം പേരൻ എന്ന സിനിമയിലൂടെ ശ്രദ്ധേയയായ അഞ്ജലി മലയാളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ നായിക കൂടിയാണ്. ജീവന് തുല്യം സ്നേഹിച്ച ആൾക്ക് വേണ്ടി പോരാടേണ്ടി വന്നൊരു വർഷമാണ് ഇതെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെ അഞ്ജലി പറയുന്നത്. അങ്ങനെ 2024 നമ്മിൽ നിന്നും വിട വാങ്ങുകയാണ്. എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ളത് എന്താണെന്ന് പറയട്ടെ. എത്രയും പെട്ടെന്ന് ഈ വർഷം ഒന്ന് കഴിഞ്ഞു കിട്ടണേ എന്നുള്ള ആ ഒരൊറ്റ ദുആ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഈ വർഷം ആരംഭിക്കുന്നത് പോണ്ടിച്ചേരിയിൽ സുഴൽ 2 എന്ന സീരീസിൻ്റെ ഷൂട്ടിലാണ്. അപ്പോൾ ഞാനും എല്ലാ സിനിമാക്കാരെയും പോലെ പ്രതീക്ഷിച്ചു കൈനിറയെ പടങ്ങളും ഷൂട്ടുകളുമൊക്കെ ഉണ്ടാകുമെന്ന്. വർഷാരംഭത്തിൽ തന്നെ ഞാൻ പാതി ജീവനായി കാണുന്ന ആൾ എന്നെ തള്ളിപ്പറഞ്ഞു. അതിൻ്റെ പേരിലുള്ള വഴക്കും അടിപിടിയും ആക്ഷേപങ്ങളും കുത്തുവാക്കും ചോദ്യശരങ്ങളും ഇന്നും തുടരുന്നു. അതേ ഞാൻ പറഞ്ഞല്ലോ വർഷത്തുടക്കം ഷൂട്ടിലാണെന്ന്. പുറമേ ക്യാരക്ടറായി ചിരിച്ചും കാരവാനിൽ ചെന്ന് നെഞ്ചുപൊട്ടി കരഞ്ഞും ഉറങ്ങാതെ കിടന്നും പിറ്റേ ദിവസം നീളൻ ഡയലോഗുകൾ പഠിച്ചും പലപ്പോഴും കണ്ണീർ പോലും പുറത്തു കാണിക്കാതെ നെഞ്ചുപൊട്ടിയും പലപ്പോഴും എൻ്റെ മാനസിക നില തന്നെ അവതാളത്തിലും അസന്തുലിതത്തിലും ആയിരുന്നു. ഇടയ്ക്ക് കൊടും വേനലിൽ മഴ പെയ്യുന്ന പോലെ അവൻ്റെ മെസ്സേജോ കോളോ വരുമ്പോൾ ഞാൻ മതിമറന്നു. പക്ഷെ അതിലൊന്നും അധികം ആയുസ്സുണ്ടായിരുന്നില്ല. അതുപോലെ ഇടയ്ക്കൊക്കെ എന്നെ അവൻ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഇടയ്ക്ക് എന്തിനെന്നറിഞ്ഞില്ല എന്നെ ചേർത്ത് പിടിക്കുകയും വഴിയിൽ ഉപേക്ഷിക്കുകയും കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകൾ വരെ എന്നെ പറഞ്ഞ വേളയിൽ ഞാൻ ജീവിതം അവസാനിപ്പിക്കാനുള്ള ശ്രമം വരെ നടത്തി. പക്ഷെ അത് പരാജയപ്പെട്ടു. അവിടെയും റബ്ബ് എന്നോട് കരുണ കാണിച്ചില്ല. അതിനുശേഷം എൻ്റെ പ്രശ്നങ്ങളും എനിക്കുണ്ടായ അനുഭവങ്ങളും വീഡിയോയായും സ്റ്റാറ്റസായും പലപ്പോഴായി ഞാൻ സോഷ്യൽ മീഡിയയിലിട്ടു. കാരണം തെറ്റ് എൻ്റെ മാത്രമാണെന്ന് ചൂണ്ടുന്നവരുടെ മുമ്പിൽ എൻ്റെ മാത്രമല്ല ഞങ്ങൾ രണ്ടുപേരും ശരിയിലും തെറ്റിലുമൊക്കെ ഒപ്പമുണ്ടായിരുന്നുവെന്ന് തെളിയിക്കേണ്ട ബാധ്യത പലപ്പോഴായി എനിക്കുമുണ്ടായിരുന്നു. അതിനുശേഷം 2023 ചെയ്ത 2 സിനിമയുടെ റിലീസ് ഉണ്ടായിരുന്നു. അതിനൊക്കെ ഇടയിലും ഉള്ളിലുള്ള നെരിപ്പോട് മൂലം ഉറങ്ങാനോ പലപ്പോഴും ഭക്ഷണം കഴിക്കാനോ നേരെ ചൊവ്വയൊന്ന് സംസാരിക്കാനോ ഡിപ്രഷനും സോഷ്യൽ ആൻസൈറ്റി മൂലം കൂട്ടുകാരെയോ സമൂഹത്തെ അഭിമുഖീകരിക്കാനോ ഉള്ള കെൽപ്പോ ആർജവമോ മനസ്സോ ഉണ്ടായിരുന്നില്ല. എൻ്റെ നിത്യച്ചിലവും ഹോർമോൺസും ഫ്ലാറ്റിൻ്റെ റെൻറ്റും എന്തിനേറെ പറയുന്നു ഫുഡ് വരെ കഴിക്കാൻ പണമില്ലാത്ത അവസ്ഥ പലപ്പോഴും വന്നതുകൊണ്ട് വീണ്ടും ഉള്ളിൽ കരഞ്ഞ് ഒരു ജോക്കറുടെ മുഖം മൂടി അണിഞ്ഞു. പലപ്പോഴും സോഷ്യൽ മീഡിയ പ്രൊമോഷനും ഉദ്ഘാടനവും ആടും ഒക്കെ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമൊക്കെ ചെയ്തു. അതിനിടയ്ക്ക് ഞാൻ അവനെയും അവൻ എന്നെയും കണ്ടുള്ള ചർച്ചകൾ ഒന്നും ഒരു രമ്യതയും എത്തിയതുമില്ല. ഇതേ ഡിപ്രഷൻ അവസ്ഥയിലും വർക്ക് ചെയ്തില്ലെങ്കിൽ ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് തമിഴിലും തെലുങ്കിലുമായി ഓരോ സിനിമ കൂടെ ചെയ്തു. അപ്പോഴൊക്കെ ആ ക്യാരക്ടറായി മാറുവാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. ചെയ്യുന്ന വർക്കിനോട് ഒട്ടും നീതി പുലർത്താൻ പറ്റിയില്ല. പട്ടിണിയും ദാരിദ്ര്യവും ഓർത്ത് മാത്രം ഒരു യാന്ത്രികമെന്നോണം ഞാൻ ആക്ഷൻ കട്ടിൻ്റെ ഇടയിൽ നിന്നു. പൊട്ടിക്കരയാത്ത രാത്രികൾ ഈ വർഷം വിരളമായിരിക്കും. അങ്ങനെ ഡിപ്രഷനിൽ തന്നെ മാസങ്ങൾ കടന്നുപോയി. ബൈപ്പോളാർ അവസ്ഥ വരെ എത്തി. ബെഡിൽ നിന്ന് എണീക്കാതെ ഏങ്ങലടിച്ച് ബെഡ് സോർ വരെ വന്നു. പുറമൊക്കെ പൊട്ടി. ഹോർമോൺ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് മനസ്സൊട്ടും എൻ്റെ കയ്യിൽ നിൽക്കുന്നതുമില്ല. ആരെയും ഞാൻ അധികം അറിയിക്കുകയുമില്ല. ഒരുപാട് പേരോട് അവന് വേണ്ടി യാചിച്ചു, കരഞ്ഞു, വിങ്ങിപ്പൊട്ടിക്കേണു. പക്ഷെ അവൻ അതുപോലെ ഇടയ്ക്കെപ്പോഴോ വന്നു ചത്തില്ലല്ലോ അല്ലേ എന്നുള്ള പോലെ പോകും. ഒരിക്കലും ഞാൻ അവനെ തെറ്റു പറയില്ല. കാരണം അവൻ്റെ സാഹചര്യമോ മാനസികാവസ്ഥയോ മിക്കപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അല്ല അവൻ പറഞ്ഞിട്ടുമില്ല. ഒരുപാട് പേരെന്നെ പല സമയത്തും ഞാൻ ബുദ്ധിമുട്ടിയപ്പോൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. പല സമയത്തും ദൈവം പോലെ വന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കൂ, നീ ഇത് വെച്ചോ എന്ന് പറഞ്ഞ് ക്യാഷ് തന്നിട്ടുണ്ട്. മിക്കതും കൊടുത്തു തീർക്കാനും പറ്റിയിട്ടുണ്ട്. ഇന്നും ആ പഴയ പോലെ ഉയർത്തെഴുന്നേൽക്കാൻ എനിക്ക് ആയിട്ടില്ല. ഇനി ആകുമോ എന്നും അറിയില്ല. എന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. കാരണം ആ കാത്തിരിപ്പ് മാത്രമാണ് ഇപ്പോൾ എനിക്ക് ജീവിക്കാനുള്ള പ്രചോദനം. ഇത്രയൊക്കെ നടന്നിട്ടും 2 കല്യാണാലോചനകളും 3 പ്രണയാഭ്യർത്ഥനകളും എനിക്ക് ഈ വർഷം ഉണ്ടായിട്ടുണ്ട്. നല്ല കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. മുന്നേ പറഞ്ഞ അഭ്യർത്ഥനക്കാരോട് എനിക്ക് പറയാനുള്ളത് അവനെ പ്രണയിക്കുമ്പോൾ എൻ്റെ മനസ്സിന് ഞാൻ കൊടുത്ത വാക്കായിരുന്നു. എൻ്റെ പ്രണയത്തിൻ്റെ തുടക്കം എവിടെയായിരുന്നാലും അവസാനം അവനിലാണെന്ന്. ഇനിയും ആരും വന്നെന്നെ വേദനിപ്പിക്കരുത്. സ്നേഹിക്കാൻ ആരും ഈ ലോകത്തില്ലാത്തതുകൊണ്ട് പറയുകയാണ്. ഇപ്പോഴും വീണെടുത്ത് നിന്ന് എണീറ്റ് വേച്ചല്ലാണ്ട് എനിക്ക് നടക്കാൻ പറ്റിയിട്ടില്ല. ഇനിയും എനിക്ക് വയ്യ. മരിക്കുവോളം എങ്ങനെയെങ്കിലും ഒന്ന് ജീവിക്കട്ടെ. സത്യം പറഞ്ഞാൽ ഇതാണ് എൻ്റെ 2024. ഒരുപാട് പ്രതീക്ഷകളുമായി ഒന്നും 2025 ഞാൻ വരവേൽക്കുന്നില്ല. സന്തോഷം വേണമെന്നും ഞാൻ ദുആ ചെയ്യുന്നില്ല.
ഒത്തിരി എന്നെ കരയിക്കണ്ടും പട്ടിണി കിടത്താണ്ടിരുന്നാലും മതി എൻ്റെ ഒരു അപേക്ഷയാണെന്നും അഞ്ജലി പറഞ്ഞു നിർത്തുന്നു.